നമ്മുടെ ഇന്നത്തെ പരിപാടി രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രാജാണ്ണനൊക്കെ ഇതാ നടന്നു വരുന്നുണ്ട് കേട്ടോ. മൊത്തം ടാറിങ് പരിപാടികൾ തന്നെയാണ് ഇപ്പൊ നടക്കുന്നത്. നമ്മുടെ ഉപ്പള പാലത്തിന്റെ അടുത്തായിട്ട് ഇപ്പോൾ സെക്കൻഡ് ലെയർ ടാറിങ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം ടാറിങ് നമ്മൾ ഫസ്റ്റ് ലെയർ വലിച്ചു കഴിഞ്ഞു. അപ്പോൾ പാലത്തിൻ്റെ അടുത്ത് നിന്ന് സെക്കൻഡ് ലെയർ താറ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മിക്സും വണ്ടിയൊക്കെ ഉപ്പള പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് കേട്ടോ ഇന്നലെ വന്നത്. മൊത്തം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഉപ്പള പാലത്തിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മുടെ മിക്സും വണ്ടിയൊക്കെ ഇവിടേക്ക് വന്നത്. അപ്പോൾ വൈകാതെ തന്നെ നമ്മുടെ ഉപ്പള പാലം ഓപ്പൺ ആവുന്നതായിരിക്കും. ഹായ്, നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ താറിങ്ങിന്റെ പരിപാടിയിലായിരുന്നു. ഉപ്പളൊക്കെ മൊത്തം മാറി മറിയുകയാണ്. ഇപ്പോൾ ഫ്ലൈ ഓവറിന്റെ അടുത്തായിട്ട് നല്ല കാര്യമായിട്ടുള്ള താറിങ് ഇപ്പൊ നടക്കുകയാണ്. അപ്പൊ നമ്മള് അവിടുന്ന് നമ്മുടെ പ്ലാന്റിലോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ JCB ഒരാളില്ലാത്ത പത്രം. അപ്പോൾ നമ്മളെ പരിപാടി ഇന്ന് JCB-യിലാണ്. നമ്മുടെ പ്ലാന്റ് ലോഡിംഗ് ആണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ നായിക്കാപ്പിൽ പ്ലാന്റിലാണ്. ഇവിടെയൊക്കെ ഇതാ മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ അടിച്ച് കൂട്ടുന്നുണ്ട്. ഒരുപാട് വണ്ടികളൊക്കെ വന്ന് ലോഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് താറിങ്ങിന്റെ പരിപാടി നടക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇന്ന് നമ്മുടെ കോൺക്രീറ്റ് പ്ലാന്റിലെ ലോഡിങ്ങിലാണുള്ളത്. അപ്പോൾ നമ്മുടെ പഴയ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോൺക്രീറ്റിന്റെ വണ്ടികളൊക്കെ ഇതാ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ചൂട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ചൂടുണ്ട്. മോശമില്ലാത്ത പൊടിയുണ്ട്. ഇവിടെയൊക്കെ വേറെ തൊലിക്കുകയാണ്. മൊത്തത്തിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ചൂടും കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേങ്കിൽ ജസ്റ്റ് ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇങ്ങനെ വെള്ളമായി മാറും. എന്തായാലും നമുക്ക് ഈ ലോഡ് തട്ടിയിട്ട് വേണം ഇതൊക്കെ മൊത്തത്തിൽ ഫില്ല് ചെയ്ത് കൂട്ടാൻ വേണ്ടിയിട്ട്. എവിടെ നോക്കിയാലും ഒരു മഞ്ഞ് മല പോലെ മൊത്തത്തിൽ വെള്ള കളറ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ മൊത്തം പിടുത്തം വിട്ട പണി തന്നെയാണ്. നമ്മുടെ നിതിനിത JCB-യിൽ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡീസൽ അടിച്ച് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള വേറൊരു പ്ലാന്റ് ഉണ്ട്. അവിടേക്ക് പോകേണ്ട പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് വീണ്ടും നമ്മുടെ വണ്ടിയിലെത്തിയിട്ടുണ്ട്. ഇന്ന് ചെറിയ ചെറിയ കോൺക്രീറ്റിൻ്റെ പണികളേ ഉള്ളൂ. അപ്പോൾ കാര്യമായിട്ടുള്ള കോൺക്രീറ്റിൻ്റെ പരിപാടിയൊന്നും ഇല്ല. 2-3 ലോഡ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാ ഓരോ വണ്ടികളൊക്കെ ഇതാ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റിൽ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ എൻ്റെ ഗ്യാപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. താറിങ്ങിൻ്റെ പ്ലാന്റ് ദൂരെയായിട്ട് അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ മെറ്റീരിയൽസും ഇതിങ്ങനെ വലിയ വണ്ടികളായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള വർക്ക് ഇപ്പോൾ ഇല്ല. ഇനിയിപ്പോൾ കോൺക്രീറ്റ് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്കുള്ളൂ. നമ്മുടെ ഷിജുവാട്ടൻ ഇതുവഴി പോകുന്നുണ്ട്. മെസ്സിലെ വണ്ടിയാണ്. നമ്മുടെ സൈഡിലേക്കെല്ലാം ഫുഡ് എത്തിക്കുന്ന വണ്ടിയാണ് കേട്ടോ. ഇവിടെ ഇതാ ഒരു സിമെൻറ്റ് ലോറി നമ്മുടെ പ്ലാന്റിലേക്ക് സിമെൻറ്റ് അടിച്ച് സെറ്റാക്കേണ്ട പരിപാടിയിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുവഴിയുള്ള പൈപ്പ് വഴിയാണ് സിമെൻറ്റ് ഈ കാണുന്ന സൈലിലോട്ട് പോകുന്നത്. മൊത്തത്തിലൊന്ന് സൈലൻ്റ് ആയിട്ടുണ്ട്. എല്ലാ വണ്ടികളും ഇതാ സൈഡാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടീ ബ്രേക്കാണ്. എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി പോയി. നമ്മുടെ നിതിൻ്റെ വണ്ടി ചെറിയ എന്തോ ഒരു കംപ്ലൈൻ്റ് ആയി. അപ്പോൾ നമ്മുടെ മെക്കാനിക്ക് ഇവിടെ വന്നിട്ടുണ്ട്, റിജിലാട്ടൻ. മൂപ്പറിപ്പോൾ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ താറിങ്ങിൻ്റെ പ്ലാന്റ് അത് അവിടെ നല്ല തകൃതിയായിട്ട് മിക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ലോഡിങ്ങിലൊരു വണ്ടിയുണ്ട്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള വെയിലാണ് ഇവിടെ.
മെറ്റീരിയൽസൊക്കെ പരമാവധി കുറഞ്ഞു പോയിട്ടുണ്ട്. വലിയ മലയായിരുന്നു ഇവിടെയൊക്കെ, നല്ല ഹൈറ്റിലുള്ള മലയായിരുന്നു. ഇപ്പോൾ ആവശ്യത്തിനുള്ള സാധനം മാത്രമേ ഇവിടെ തട്ടി വരുന്നുള്ളൂ. ദൂരെയായിട്ട് നമ്മുടെ JCB അവിടെ കിടപ്പുണ്ട്. ഇതാ നമ്മുടെ ഫ്രണ്ടിലൂടെ താർ മിക്സ് ലോഡ് ചെയ്ത ടിപ്പറുകൾ ഇതിങ്ങനെ കടന്നു പോകുന്നുണ്ട്. എല്ലാം ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്താണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഉപ്പള സെക്കൻഡ് ലെയറിൻ്റെ താറിങ് ഇപ്പോൾ വലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പള മുതൽ കൈക്കമ്പ ഭാഗത്തോടാണ് ഇപ്പോൾ താറിങ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ റെഡി മിക്സിൻ്റെ വണ്ടി പെൻഡിങ്ങിലുണ്ട്. നമ്മളിതാ നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ലോഡിങ് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു റെഡി മിക്സ് ഇതാ അവിടെ ലോഡായി. ഇനിയിപ്പോൾ ആ പ്ലാന്റിൻ്റെ ബിന്നൊക്കെ ഒന്ന് ഫുള്ളാക്കിയിടണം. അതേപോലെ തന്നെ ഇതേ ഈ സൈഡിലൂടെ നമ്മുടെ താറും വണ്ടി വരുന്നുണ്ട്. ബിറ്റുമിൻ എന്നാണ് പറയുന്നത്. നമുക്ക് മനസ്സിലാവുന്ന രീതി പറയുകയാണെങ്കിൽ താർ, നമ്മുടെ റോഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന താറും വണ്ടിയാണ് പോകുന്നത്. അപ്പം ഇന്ന് മൊത്തത്തിലൊരു ശാന്തമായൊരു അന്തരീക്ഷമാണ്. നമ്മുടെ താർ പ്ലാന്റിലാണ് മെയിനായിട്ട് താറിങ് പരിപാടി നടക്കുന്നത്. നമ്മുടെ കോൺക്രീറ്റിൻ്റെ പരിപാടി ചെറിയൊരു തോതിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഉച്ചക്ക് ഫുഡും കഴിച്ച് വീണ്ടും വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലോഡിങ് പരിപാടി തന്നെയാണ്. ഇവിടെയൊക്കെ കോൺക്രീറ്റ് മിക്സാക്കി തുടങ്ങി. വണ്ടിയിൽ നല്ല കുലുക്കാണ് കേട്ടോ, അതുകൊണ്ട് സംസാരിക്കാനുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഏകദേശം നല്ല വെയിലുണ്ട് കേട്ടോ. ചൂട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും ചൂടായി മാറുന്നുണ്ട്. നമുക്ക് 2 പ്ലാന്റിലേക്ക് ഇപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയാണ് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റിൽ നിറച്ചതിന് ശേഷം തൊട്ടടുത്തായിട്ടുള്ള പ്ലാന്റും കൂടി നമുക്ക് ഫില്ലാക്കണം. ഇത് കുറച്ച് ടാസ്ക്കാണ്. ഇതിങ്ങനെ നമ്മൾ പൊക്കി ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് പോകുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പൊന്തി പോകാനുള്ള സാധ്യതയുണ്ട്. പിറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് കറക്റ്റ് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റൂ. ഒരു 10-10 പോക്കാണ് കേട്ടോ ബാക്കോട്ട്. തൽക്കാലം നമ്മൾ ഈ ചെറിയ പ്ലാന്റ് നിറച്ച് കഴിഞ്ഞു. ഇനി ഫ്രണ്ടിലായിട്ട് കാണുന്ന വലിയ പ്ലാന്റും കൂടി നിറക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്ലാന്റിൻ്റെ ബിന്നിലോട്ട് സാധനം ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വെയിലും ചൂടും അതേപോലെ തന്നെ പൊടിയുമുണ്ട്. ഇവിടെ നമ്മുടെ മോർത്താന പ്ലാന്റ് പോലെയല്ല കേട്ടോ. ഇവിടെ ഒരുപാട് പ്ലാന്റ് തൊട്ടടുത്തടുത്തായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള പൊടിയും അതുപോലെ തന്നെ പണിയുമുണ്ട്. ഇവിടെ നിന്നൊക്കെ നമ്മുടെ റെഡി മിക്സ് വണ്ടികളിലോട്ട് ഇതാ സാധനം ഇങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. കോൺക്രീറ്റ് ഇങ്ങനെ കുഴച്ച് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോൺക്രീറ്റ് കുഴക്കാനുള്ള മെറ്റീരിയൽസാണ് നമ്മളിങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ലോഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല പൊടിയാണ് കേട്ടോ. നമ്മുടെ ഈ വണ്ടിക്ക് AC ഒന്നുമില്ല, കണ്ണ് കാണാൻ പറ്റാത്തത്ര പൊടിയാണ്. പെട്ടെന്ന് തട്ടുക, അവിടുന്ന് സ്കൂട്ടാവുക, അത് തന്നെ പരിപാടി. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട്. കാര്യമായ പരിപാടികളൊന്നും ഇന്നില്ലായിരുന്നു.
ടാറിംഗ് പ്ലാന്റ് ഇപ്പോഴും വർക്കിംഗ് തന്നെയാണ് കേട്ടോ. നമ്മുടെ സൈഡിലോട്ട് പോയ റെഡി മിക്സ് വണ്ടികളൊക്കെ ഇതാ വന്നു തുടങ്ങി. അപ്പോഴിവിടെ ഒരു താറിൻ്റെ വണ്ടി വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ താർ എത്ര ടൺ ഉണ്ടെന്ന് ഇവിടെ നിന്നാണ് വെയിറ്റ് എടുക്കാറ്. ഈ സെറ്റപ്പിന് പറയുന്ന പേരാണ് വേവ് ബ്രിഡ്ജ് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയുടെ മൊത്തം വെയിറ്റും ഇപ്പോൾ അളന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 34 ടണ്ണിൻ്റെ മുകളിലുണ്ട്. അതുപോലെ നമ്മുടെ ടാറിംഗ് പ്ലാന്റിൽ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. JCB ഒക്കെ അത് അറഞ്ചം ലോഡിങ് തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ നമ്മുടെ വെള്ളം വണ്ടി വന്ന് സൈഡിലുള്ള ചെടികളൊക്കെ നനച്ച് പോവുകയാണ്.